നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. യാത്രാ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ COVID-19 കാരണം രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് പ്രാബല്യത്തിലാകുന്നതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രധാന നഗരങ്ങളിലേക്ക് ഘട്ടം ഘട്ടമായി സർവീസുകൾ ആരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ജൂൺ അവസാനത്തോടെ 80-ലധികം കേന്ദ്രങ്ങളിലേക്ക് സർവീസുകൾ ആരംഭിക്കും. ഈ മാസം ആദ്യത്തിൽ ഖത്തർ എയർവേസ് അറിയിച്ചിരുന്നു. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നതിനനുസൃതമായിരിക്കും സർവീസുകൾ ആരംഭിക്കുകയെന്നും കമ്പനി സൂചിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നിലവിൽ 30-ലധികം കേന്ദ്രങ്ങളിലേക്ക് വിമാന സർവീസ് നടത്തുന്ന കമ്പനി ഈ മാസം അവസാനത്തോടെ സർവീസ് നടത്തുന്ന നഗരങ്ങളുടെ എണ്ണം 52 ആക്കുമെന്നും നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ താൽക്കാലികമായി നിർത്തിവെച്ച റൂട്ടുകൾ പുനഃസ്ഥാപിക്കുക, ലണ്ടൻ, ചിക്കാഗോ, ഡല്ലാസ്, ഹോങ്കോങ് തുടങ്ങിയ പാർട്ട്ണർ എയർലൈൻ ആസ്ഥാനങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക, മാഡ്രിഡ്, മുംബൈ തുടങ്ങിയ ബിസിനസ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിക്കുക എന്നിവയിലാണ് ഖത്തർ എയർവേസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് നിയന്ത്രണങ്ങൾ നീക്കുന്നതോടെ ഇന്ത്യൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു. ആഭ്യന്തര വിമാന സർവീസുകൾ മെയ് 17 മുതൽ ഇന്ത്യ ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 25% ആഭ്യന്തര വിമാന സർവീസുകളാണ് ഇന്ത്യ തുടങ്ങുന്നത്. കൊച്ചിയിലേക്ക് പുറപ്പെടുന്ന വിമാന സർവീസിന്റെ ബുക്കിംഗ് ഖത്തർ എയർവേസ് നേരത്തെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ജൂൺ അവസാനത്തോടെ അഹമ്മദാബാദ്, അമൃത്സർ, ബംഗളൂരു, മുംബൈ, കൊൽക്കത്ത, ഡൽഹി, ഗോവ, ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളും നടത്തുമെന്നും കമ്പനി നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതേ തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ 52 നഗരങ്ങളിലേക്കുള്ള സർവീസുകൾ ആരംഭിക്കാൻ തങ്ങൾ തയ്യാറായി നിൽക്കുകയാണെന്ന് ഖത്തർ എയർവേസ് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലെ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളിലേക്കുള്ള സർവീസുകളും ഇതിൽ ഉൾപ്പെടുകയും ചെയ്യും. COVID-19 പ്രതിസന്ധികൾക്കിടയിലും 1 ദശലക്ഷത്തിലേറെ ജനങ്ങളെ അവരുടെ നാടുകളിലേക്ക് എത്തിക്കാനും 1,00,000 ടൺ മെഡിക്കൽ സഹായം ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കാനും ഖത്തർ എയർവേസിന് സാധിച്ചിട്ടുണ്ടെന്ന് പ്രതിസന്ധികൾക്കിടയിലും തങ്ങളിൽ വിശ്വാസമർപ്പിച്ച യാത്രക്കാരിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും CEO അക്ബർ അൽ ബാഗർ വ്യക്തമാക്കി. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വരികയാണെന്നും ഘട്ടം ഘട്ടമായി സർവീസ് ശൃംഖല വിപുലീകരിക്കാനാണ് പദ്ധതിയെന്നും പാക്കർ കൂട്ടിച്ചേർത്തു. ജൂൺ അവസാനത്തോടെ 80 നഗരങ്ങളിലേക്കും സർവീസ് ആരംഭിക്കുകയും ചെയ്യും. 80 നഗരങ്ങളിൽ യൂറോപ്പിൽ 23-ഉം അമേരിക്കയിൽ 4-ഉം മിഡിൽ ഈസ്റ്റ്, ആഫ്രിക്കയിൽ 20-ഉം ഏഷ്യ പസഫിക് മേഖലയിൽ 33-ഉം കേന്ദ്രങ്ങൾ ഉൾപ്പെടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൽ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ചൈന രാജ്യങ്ങളിലെ പ്രധാന വിമാനത്താവളങ്ങളും ഉൾപ്പെടുകയാണ്. കൂടുതൽ